ലളിതാ സഹസ്രനാമം കുറേ വായിക്കുമ്പോൾ നമ്മളിൽ പല മാറ്റങ്ങളും സംഭവിക്കും. നമ്മുടെ ന്യൂറോൺസൊക്കെ ആക്റ്റീവാവും, ബുദ്ധി വികസിക്കും, പോസിറ്റീവ് എനർജി നമ്മളിൽ നിറയും. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ദേവിയുടെ ചുറ്റും നിറയെ താമരകളാണ് ഉള്ളത് എന്നാണ്. നിബിഡമായ തരത്തിൽ നിറയെ താമരകളുടെ നടുക്കാണ് ദേവി ഇരിക്കുന്നത്. ദേവി വസിക്കുന്ന ശ്രീപുരത്ത് 25 കോട്ടകളാണ് ഉള്ളതെന്ന് പറയുന്നു. അതിൽ 2 വളരെ പ്രധാനമാണ്. അതിനു നടുക്കാണ് ഈ മഹാപത്മാടവി എന്ന് പറയുന്നത്. കണ്ണടച്ച് നമ്മൾ ആ രൂപം മനസ്സിൽ കണ്ടു നോക്കൂ. ചുറ്റും താമരകൾ നിബിഡമായി വിരിഞ്ഞു നിൽക്കുന്നതിന് നടുവിൽ ദേവി ഇങ്ങനെ ഇരിക്കുന്നു. എത്ര മനോഹരമാണ് ആ കാഴ്ച അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓം ശ്രീം മഹാത്രിപുരസുന്ദര്യൈ നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്നു ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 59 മുതൽ 65 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: മഹാപത്മാടവീ സംസ്ഥ കദംബ വനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്യുത. 59-ാമത്തെ നാമം മഹാപത്മ അടവി സംസ്ഥ. മഹത്തായ താമര പൊയ്കയിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ദേവിയുടെ ചുറ്റും അനേകം താമരകളാണ്. അതിനു നടുക്കാണ് അമ്മ ഇരിക്കുന്നത്. ഇനി 60-ാമത്തെ നാമം കദംബ വനവാസിനി. കദംബിൻ പൂക്കൾ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ കദംബിൻ്റെ മരങ്ങളാൽ ചുറ്റപ്പെട്ട അങ്ങനെയുള്ള വനത്തിൽ വസിക്കുന്നവൾ, കദംബ വനത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. അടുത്തത് 61-ാമത്തെ നാമം സുധാസാഗര മധ്യസ്ഥ. സുധാസാഗരം, അമൃതസാഗരം. ഏതാണ്? പാലാഴി. ആ പാലാഴിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇവിടെ ദേവിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ത്രിമൂർത്തികൾക്ക് പോലും ആദിപരാശക്തിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പാലാഴിയിൽ വസിക്കുന്ന ശക്തി ആരാണ്? ലക്ഷ്മി. നാരായണനോടൊത്ത് പാലാഴിയിൽ വസിക്കുന്ന ആ ശക്തിയെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 62-ാമത്തെ നാമം കാമാക്ഷി. കാമോദ്യുപകങ്ങളായ അക്ഷി, കണ്ണ്. അമ്മയുടെ കണ്ണുകൾ അതിമനോഹരങ്ങളാണ്. ഇവിടെ പരമപുരുഷാർത്ഥമായ കാമം എന്നാണ് അർത്ഥമെടുക്കേണ്ടത്. തൻ്റെ ഭക്തന്മാരെ ഒരു കരുണാകടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കുന്നവൾ. അങ്ങനെയുള്ള കാമാക്ഷി, കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം. ഇനി 63-ാമത്തെ നാമം കാമദായിനി. തന്നെ ആത്മാർത്ഥമായി ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ഏത് ആഗ്രഹങ്ങളെയും ദാനം ചെയ്യുന്നവൾ. അതാണ് കാമദായിനി. അങ്ങനെ അവർക്ക് വരദാനം കൊടുക്കുന്നവൾ എന്നർത്ഥം. തന്നെ ആത്മാർത്ഥമായി ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് വരദാനം കൊടുക്കുന്നവൾ. ഇനി 64-ാമത്തെ നാമം ദേവർഷീഗണ സംഘാത സ്തൂയമാന ആത്മ വൈഭവ. ദേവർഷി, ദേവന്മാരുടെയും ഋഷിമാരുടെയും സംഘത്താൽ സ്തൂയമാനം, സ്തുതിക്കപ്പെടുമാറുള്ള ആത്മവൈഭവം, സ്വന്തം ശക്തിവിശേഷത്തോടു കൂടിയവൾ എന്നർത്ഥം. ഇനി 65-ാമത്തെ നാമം ഭണ്ഡാസുര വധ ഉദ്യുക്ത ശക്തിസേന സമന്യുത. ഇവിടെ ലളിതാദേവിയായി അവതരിച്ചത് ഭണ്ഡാസുരനെ വധിക്കാനായിട്ടാണ്. അതിനുവേണ്ടി ദേവിയുടെ തന്നെ പല ഭാവങ്ങളോടു കൂടി പല ദേവികളായി മാറി. അങ്ങനെ അതൊരു ശക്തിസേനയായി മാറി. അങ്ങനെ ആ ശക്തിസേന സമന്യുതം, അങ്ങനത്തെ സേനകളോട് കൂടിയവൾ എന്നർത്ഥം.
അടുത്ത വീഡിയോയിൽ ശക്തിസേനയിലെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്ന ശ്ലോകങ്ങളാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി രൂപിണ്യൈ നമഃ.